ഹലോ, എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്നത്തേത് ഒരു ബർത്ത്ഡേ ആൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറി വ്ളോഗാണ്. അതായത് സൈറുവിൻ്റെ 6th ബർത്ത്ഡേയും ഞങ്ങളുടെ 8th ആനിവേഴ്സറിയാണ്. രണ്ടും ഒരു ദിവസം തന്നെയാണ്. അപ്പോൾ ആ ദിവസത്തെ കേക്ക് കട്ടിങ്ങും ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളും എല്ലാം കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതൊരു ബിസ്ക്കറ്റ് ചീസ് പുഡിങ്ങാണ്. അപ്പോൾ സന്തോഷമുള്ളൊരു ദിവസമല്ലേ, അപ്പം മധുരം കഴിച്ച് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. Happy birthday. Thank you. Happy anniversary. ഇനി നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഈ ബർത്ത്ഡേ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യാന്നൊക്കെ സംസാരിക്കും. ഓരോരുത്തർ അവരവരുടെ അഭിപ്രായം പറയും. ഷബ്ന, ഉച്ചയ്ക്ക് നമുക്ക് എല്ലാവർക്കും വിളിച്ച് ലഞ്ച് കൊടുക്കാം. പിള്ളേരുള്ള ബിരിയാണി, പിന്നെ കേക്ക് എന്ത് ചെയ്യാം? വാങ്ങാന്നാ ഉണ്ടാക്കാന്നാ? ഉണ്ടാക്കി ഒരു മാല ഉണ്ടാക്കാം. നല്ലൊരു ഡിസൈൻ ഉണ്ടാക്കാം. എന്താണെന്ന് സൈറ് പറയും. മൊബൈലിൽ നല്ലൊരു നോക്കിയിട്ട് നല്ലൊരു ഡിസൈൻ ഒക്കെ പറഞ്ഞു കൊടുക്ക്. സൂപ്പർ ആയിരിക്കും അല്ലേ? കാണിച്ചു, ഉമ്മ കാണിച്ചു കൊടുക്കും. ഇതേപോലെ പറ്റുമോ? പറ്റും. ഞാനിതുവരെ ചെയ്തിട്ടില്ല ഈ മോഡല്. അത് പറ്റും, ചെയ്. ഞാനില്ലേ, നമ്മളല്ലേ ചേട്ടാ സേരു, നമുക്ക് ഇതുപോലത്തെ പുറത്തുനിന്ന് വാങ്ങിയാ പോരെ? ചിലപ്പോ ഇത് ശരിയായില്ലെങ്കിലോ? ശരിയാവും. ഒരു കാര്യം, നാട്ടിലുള്ള എല്ലാരും കാണിച്ചു കൊടുക്കും. സേരു, സെയിം ഈ കളർ തന്നെ വേണോ? ഏത് കളർ വേണം? പിങ്ക് തന്നെ വേണോ? ചെയ്തു നോക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും കേക്ക് ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചു. പല വഴിയും ഞാൻ നോക്കി കേക്കിൽ നിന്ന് പിന്മാറാനായിട്ട്, പക്ഷേ നടന്നില്ല. അപ്പോൾ സൈറൂന് എന്തായാലും ഞാൻ തന്നെ ചെയ്ത് കൊടുക്കണമെന്നായി. അപ്പോൾ പിന്നെ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു മോഡൽ ചെയ്യുന്നത്. പിന്നെ കേക്കിൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, കാരണം നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് കേക്കിൻ്റെ റെസിപ്പീസ് മുന്നേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. പിന്നെ ഇതിന് കളറല്ല, ഞാൻ ഫ്ലേവറാണ് ആഡ് ചെയ്തത്. സ്ട്രോബെറിയുടെ എസൻസാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ സാധാരണ കുട്ടികളൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ വേറെ പുറത്തുനിന്ന് വാങ്ങാം, നല്ല ഡിസൈനൊക്കെ വാങ്ങാം എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു ചോയ്സ് ആയിരിക്കും എടുക്കുന്നത്. പക്ഷേ സൈറു അങ്ങനെയല്ല, ഞാൻ ചെയ്തു കൊടുത്താൽ മതി, തെറ്റിയാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എന്തായാലും അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമായി. അവളുടെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. പിന്നെ ഇതുകൂടാതെ വേറൊരു കേക്കും കൂടെ ചെയ്തിരുന്നു. ക്യാൻഡിലൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു കുഞ്ഞ് കേക്കും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കായും സയാനും സൈറും കൂടെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് തന്നെ ആ ഒരു റൂം ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പിള്ളേരും കൂടി, അതൊരു രസമല്ലേ, നമ്മുടെ മക്കളുടെ കൂടെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതൊരു സന്തോഷം. പിന്നെ ഞങ്ങൾ കൊടുക്കാൻ വാങ്ങിച്ചു, ഞങ്ങൾ പരസ്പരം തന്നെ കൊടുക്കാനായിട്ട് വാങ്ങിച്ച കുറച്ച് ഗിഫ്റ്റ് അതെല്ലാം കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കേക്ക് കിട്ടിയുന്ന രാത്രി ഒരു 8 മണിക്കാണ്, കാരണം അപ്പോഴാണ് എല്ലാവർക്കും അതിൽ പങ്കെടുക്കാൻ പറ്റുന്നത്. രാത്രിയാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത്. Happy birthday. ഞങ്ങൾ താമസിക്കുന്ന വില്ലയിലാണ്. ഞങ്ങൾക്കൊരു 8-9 ഫാമിലി നെയ്ബേഴ്സ് ഉണ്ട്. എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ്. അപ്പോൾ അവരെല്ലാവരും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്ത പ്രകാരം ബർത്ത്ഡേക്ക് വന്നിരുന്നു. അപ്പം അന്നല്ല നമ്മൾ ഫുഡ് കൊടുത്തത്, കാരണം പിന്നെ ഫ്രൈഡേ ആണ് ഫുഡ് കൊടുത്തത്, കാരണം അന്നാണ് ഇവിടെ ഓഫായിട്ടുള്ളത്. അപ്പോൾ ഇത് സൈറുവിൻ്റെ ഫ്രണ്ടാണ്, അലീഷ്പ എന്നാണ് പേര്. അപ്പോൾ മോളാണ് ആദ്യം സൈറുവിന് ഗിഫ്റ്റ് കൊടുത്തത്. പിന്നെ ഞങ്ങളെല്ലാവരും അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടെ ആണല്ലോ, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. പിന്നെ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ എല്ലാവരും പോയി, രാത്രിയായി. പിന്നെ പിറ്റേ ദിവസം ലഞ്ച് കൊടുക്കുന്നതിൻ്റെ തിരക്കായി. അപ്പോൾ അതിന് വേണ്ടി, അതായത് ബിരിയാണിയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബിരിയാണിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം ഞാൻ തലേന്ന് രാത്രി തന്നെ എല്ലാം ചെയ്തു വയ്ക്കും. അപ്പോൾ എനിക്കൊരു സഹായത്തിന് വേണ്ടി വന്നതാണ് രണ്ടുപേരും. പക്ഷേ അത് പിന്നെ എനിക്ക് നല്ല പണിയായിരുന്നു. എങ്കിലും അവരെ കൂടെ ചെയ്യുമ്പോൾ നല്ല സന്തോഷമാണ് ചെയ്യാൻ. നമുക്കൊരു ഉത്സാഹം തോന്നും മക്കളുടെ കൂടെ ഇരിക്കുമ്പോൾ.
ഇപ്പോൾ ഇതെന്നല്ല, പാർട്ടി ആയാലും വീട്ടിലൊരു ഗസ്റ്റ് വരുന്നതായാലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തലേന്ന് തന്നെ ഞാൻ ചെയ്തു വെക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചാൽ മാത്രമേ ഗസ്റ്റ് വരുമ്പോൾ അവരുടെ കൂടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഫുൾ ടൈം കിച്ചണിലായി പോവും. പിന്നെ ഞാനിവിടെ എടുക്കുന്നതെന്ന് വെച്ചാൽ 6 കിലോ ചിക്കനാണ് എടുക്കുന്നത്. അപ്പോൾ 6 കിലോ ചിക്കന് ഞാനിവിടെ ചിക്കനും പിന്നെ നമ്മളുടെ ബിരിയാണിയുടെ അരിക്കും ചോറിനും കൂടെ വേണ്ടി ഒരു 25-26 സവാള എടുത്തിട്ടുണ്ട്, മീഡിയം സൈസിലുള്ളത്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 10 അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാണ്. പിന്നെ പച്ചമുളകാണെങ്കിൽ എരിവിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ ഒരു 20 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തലേന്ന് രാത്രി തന്നെ ഞാൻ അരിഞ്ഞ് ഓരോന്നും കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിലോട്ട് മാറ്റും. അപ്പോൾ രാവിലെ പെട്ടെന്ന് എടുത്ത് നമുക്ക് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. അല്ല രാവിലെ നിന്ന് അരിയാൻ നിന്നാൽ ഒരുപാട് ലേറ്റാവും. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അച്ചാർ ഉണ്ടാക്കുകയാണ്. നാരങ്ങ അച്ചാറാണ് ഇടുന്നത്. സാധാരണ നമ്മൾ ഇതിന് മുന്നേ ഈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളി അച്ചാറിൻ്റെ, ആ ഒരു രീതി തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നാരങ്ങ ഞാനൊരു 4 ദിവസത്തോളം ഉപ്പും പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് ആ ഒരു ഉപ്പ് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് നാരങ്ങയിൽ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിപ്പം ഞാൻ തലേ ദിവസം രാത്രിയാണ് ഈ അച്ചാർ ഇടുന്നത്, പിറ്റേന്ന് ഉച്ചയ്ക്ക് നമുക്ക് അച്ചാർ കൊടുക്കാൻ പറ്റും ലഞ്ചിൻ്റെ കൂടെ. ഒരു ടേസ്റ്റ് വ്യത്യാസമില്ല, നല്ല അടിപൊളി പെർഫെക്റ്റ് ടേസ്റ്റിൽ നമുക്ക് അച്ചാർ ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ. ഇനി നാരങ്ങയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ തന്നെ വിനീഗർ ചേർത്തിട്ടുണ്ട്. വിനീഗർ വീട്ടിൽ തന്നെ ചെയ്ത വിനീഗറാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നാളെ രാവിലെ മാത്രമേ ഞാനിതിനെ നല്ല തണുത്തതിന് ശേഷം മാത്രമേ കണ്ടെയ്നറിലോട്ട് മാറ്റുള്ളൂ. അപ്പോൾ അച്ചാർ റെഡിയായി. അപ്പോൾ ഇനി ചിക്കൻ കട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ ടൈം ഒരുപാട് ലേറ്റായി, 2:30 മണിയായി. കാരണം നമ്മൾ രാത്രിയാണ് എല്ലാം ചെയ്ത് തുടങ്ങിയത് തന്നെ. അപ്പോൾ ഇക്ക പറഞ്ഞു ഇക്ക കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചിക്കൻ കട്ട് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ ചിക്കൻ പുരട്ടാനുള്ള മസാല എല്ലാം ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ചിക്കൻ ബിരിയാണിക്ക് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചിക്കൻ നമ്മൾ പൊരിച്ചിട്ടാണ് ചിക്കൻ ഒന്ന് പുരട്ടിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി പൊരിക്കാനുള്ള മസാലയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു മസാല മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരല്പം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരല്പം വെള്ളവും കൂടെ ചേർത്ത്, അല്ലെങ്കിൽ എണ്ണ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ നല്ലതുപോലെ കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം ഒരു 5-10 മിനിറ്റ് നമ്മളിതൊരു നെറ്റിലോട്ട് മാറ്റി വെള്ളം കംപ്ലീറ്റ് ആയിട്ട്, ആ ചിക്കനിലുള്ള വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറാനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് അരിച്ച് വെക്കാറുണ്ട് ഒരു അരിപ്പയിലിട്ടിട്ട്. അപ്പോൾ അതിന് ശേഷമാണ് മസാലയെല്ലാം ചിക്കനിലോട്ട് പുരട്ടി കൊടുക്കുന്നത്. അപ്പോൾ മസാലയെല്ലാം ചിക്കനിലോട്ട് നന്നായിട്ട് പുരട്ടിയതിന് ശേഷം ഫ്രിഡ്ജിലോട്ടാണ് മാറ്റുന്നത്. ഫ്രീസറിലോട്ടല്ല, താഴോട്ടാണ് മാറ്റുന്നത്. റെഫ്രിജറേറ്റാണ് ചെയ്യുന്നത്. കാരണം നാളെ രാവിലെ നമുക്കിതെടുത്ത് ഫ്രൈ ചെയ്യണം. ഫ്രീസറിലോട്ട് വെച്ചാൽ രാവിലെ എടുത്ത കട്ടയായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് താഴെ റെഫ്രിജറേറ്ററിൽ വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് ഇതിൽ മസാല പിടിച്ചിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു 3:30 മണിയായിട്ടുണ്ട്. ഇനി കിടക്കാൻ പോവുകയാണ്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഈ ഒരു അച്ചാർ ഒരു കണ്ടെയ്നറിലോട്ട്, ഗ്ലാസ് കണ്ടെയ്നറിലോട്ട് മാറ്റുകയാണ്. നമ്മൾ അച്ചാർ എപ്പം മാറ്റിയാലും അത് ഒട്ടും നനവില്ലാത്ത കണ്ടെയ്നറിലോട്ട് വേണം മാറ്റാൻ. എങ്കിൽ മാത്രമേ അച്ചാർ ഒരുപാട് നാൾ കേടാവാതെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇനി ചോറിന് വേണ്ടിയുള്ള മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും സവോളയും എല്ലാം വറുത്ത് കോരുകയാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് 4 കിലോ ജീരകശാല കൈമ റൈസ് വെച്ചിട്ടുള്ള ബിരിയാണിയാണ്. ഞങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് 23 പേരുണ്ട് ലഞ്ചിനായിട്ട്. അപ്പം ആ ഒരു കണക്കിലാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തേക്കുന്നത്. അപ്പോൾ ഈ 4 കിലോ അരിക്ക് വേണ്ടി ഞാനിവിടെ ഒരു 4 മീഡിയം സവാളയാണ് വറുത്ത് കോരാനായിട്ട് എടുത്തേക്കുന്നത്. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ എടുക്കുക. ഒരുപാട് കരിയിക്കാൻ വേണ്ടി നിൽക്കരുത്. കാരണം നമ്മൾ ഈ ഒരു സ്റ്റേജിൽ വറുത്ത് കോരിയാൽ തന്നെ ഇരിക്കും തോറും അതിൻ്റെ കളറൊന്ന് മാറി വരും. അപ്പോൾ നമ്മൾ ചോറിന് വേണ്ടിയുള്ള പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് നെയ്യിട്ട് കൊടുക്കാം. ഇപ്പോൾ ചോറിന് ആവശ്യമായിട്ട് 4 കിലോ അരിക്ക് ആവശ്യമായിട്ടുള്ള നെയ്യിട്ട് കൊടുക്കാം. പിന്നെ മസാല ഇതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഉണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് ക്യാബേജും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു 1/4 കപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇരട്ടി വെള്ളം, നമ്മൾ അരിയുടെ ഇരട്ടി വെള്ളം ഉപ്പും ചേർത്ത് തിളപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് ഞാൻ അരി നന്നായിട്ട് കഴുകി 20 മിനിറ്റ് കുതിർത്തി വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് അരിച്ചതിന് ശേഷം വേണം തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് അരി ഇട്ട് കൊടുക്കാൻ. ഇനി നമ്മൾ ഇന്നലെ പുരട്ടി വെച്ച ചിക്കൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് 2 തക്കാളി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അരി എല്ലാം കൂടെ ഒന്ന് തട്ടിക്കൊടുക്കാം.
ഞാൻ പിന്നെ ഈ വെള്ളത്തിൽ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ എണ്ണയിലിട്ടൊന്ന് വഴറ്റാനും ചേർത്ത് കൊടുത്തു, പിന്നെ ഈ സമയം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നന്നായിട്ട് ഈ വെള്ളം എല്ലാം തിളച്ച് ചോറൊന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് 5 6 പച്ചമുളക് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 2 അത്യാവശ്യം നല്ല വലിപ്പമുള്ള നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 15-20 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ടുള്ള ചോറ് തന്നെ കിട്ടും. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചോറ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരു ചോറിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി 1/4 കപ്പ് പാൽ കുറച്ച് കുങ്കുമപ്പൂ മിക്സ് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറിനൊരു പ്രത്യേക മണവും നല്ലൊരു കളറും കിട്ടും. അതിനു വേണ്ടിയാണ്. ഇനി നമുക്ക് ഈ ചോറൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് പുരട്ടിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആ എണ്ണയിൽ തന്നെയാണ് സവാളയും അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കുന്നത്. ആ എണ്ണയിൽ നമ്മൾ ചിക്കൻ പുരട്ടിയെടുക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇതിലോട്ട് നമ്മൾ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും തക്കാളിയും ഒരു 1/4 കപ്പോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ വെള്ളം ഒന്നും ഈ സമയം ചേർക്കേണ്ട. വെള്ളം നമ്മൾ ചിക്കൻ പുരട്ടുമ്പോൾ വെള്ളം ചേർക്കാനേ പാടില്ല. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഈ തക്കാളിയുടെ വെള്ളവും ഈ സവാളയുടെ വെള്ളവും തന്നെ കറക്റ്റായിട്ട് വെന്ത് വരുമ്പോൾ ഈ രീതിയിൽ നമുക്ക് കിട്ടും. ഇനി നമുക്കിതിലോട്ട് എല്ലാ മസാലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. നേരത്തെ ചേർത്തിരുന്നു. കൂടാതെ ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ കറക്റ്റായിട്ട് ചിക്കൻ പുരട്ടി റെഡിയാവും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് പപ്പടം പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡിയായി. ഇനി നമുക്കൊരു 10 മിനിറ്റും കൂടെ ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി കിട്ടും. നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്യുമ്പോൾ അത്യാവശ്യം കുറുകിയിരിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഒരു 9 മണിയായി. മക്കളെല്ലാം എഴുന്നേറ്റു. ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പം വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ട് പോകും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ദം ചെയ്യാണ് ബിരിയാണി. അപ്പോൾ ഇനി ചെയ്യുന്നത് ദമ്മാണ്. ദമ്മ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ദം ചെയ്തെടുക്കാം. ഞാനിവിടെ ദം ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും എടുത്തിട്ടുണ്ട്. പിന്നെ ചോറും അടിപൊളിയായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഒരുപാട് ഒട്ടിയൊന്നും പിടിക്കാതെ ഇത്രയും വലിയൊരു എമൗണ്ടിൽ ചെയ്യുന്നതുകൊണ്ട് അല്പം ടെൻഷൻ ഉണ്ടായിരുന്നു ഒട്ടി പോകുമോ എന്നുള്ളതെല്ലാം. എല്ലാം നല്ല കറക്റ്റായിട്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചോറ് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 3 പാത്രത്തിലായിട്ടാണ് ദം ചെയ്യുന്നത്. അപ്പോൾ താഴെ ഒരു ലെയർ നമ്മൾ ചോറിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം ആ മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുക. കുറച്ച് ഗരം മസാല, ഉള്ളി വറുത്തത്, പിന്നെ നമ്മുടെ ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ, അല്ലെങ്കിൽ എസൻസ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒരു പ്രത്യേക മണമാണ് ബിരിയാണിക്ക് കിട്ടുന്നത്. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നട്ട്സും കൂടെ, കിസ്മിസും കാഷ്യൂനട്ടും കൂടെ ചേർത്ത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ടൈറ്റായിട്ട് അടച്ചു വെക്കണം. എങ്കിൽ മാത്രമേ ദം ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ മണം പുറത്തു പോകാതെ ഇരിക്കുകയുള്ളൂ. ഞാൻ 3 പാത്രത്തിലായിട്ടാണ് ദം ചെയ്യുന്നത്. ഒരുമിച്ചല്ല ചെയ്യുന്നത്. കാരണം 3 ടേബിളായിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 3 പാത്രത്തിലായിട്ട് ദം ചെയ്യുന്നത്. അപ്പോൾ ദം ചെയ്യുന്ന സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു പാൻ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ പുറത്തായിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ദമ്മായി കിട്ടും. അപ്പോൾ ഒരു 11:30 മണിയോടുകൂടി തന്നെ ജോലിയെല്ലാം കഴിഞ്ഞു. ലഞ്ചൊക്കെ ആയി. ഇനി ഗസ്റ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ രാത്രി എല്ലാം ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ നമ്മൾ എന്തെങ്കിലും പാർട്ടിയോ അല്ലെങ്കിൽ ഗസ്റ്റിനെയോ ആരെങ്കിലും വീട്ടിലോട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ തലേ ദിവസം തന്നെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ജോലികളെല്ലാം ചെയ്ത് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് അവർക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ കൊടുക്കുന്നതിന് മുന്നേ ഒക്കെ അവരുടെ കൂടെ ഒരു അല്പ സമയം സംസാരിക്കാനുള്ള സമയം കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഫുൾ ടൈം കിച്ചണിൽ തന്നെ ആയിപ്പോവും. ഇപ്പോൾ 3 ടേബിളിലും കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്ത എല്ലാവർക്കും വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വരാൻ പറ്റാത്തവർക്ക് ഫുഡ് ഞങ്ങൾ കൊടുത്തു വിടുകയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഒരുപാട് സന്തോഷമായി. ഒരുപാട് സമയം നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ചു. പിന്നെ എല്ലാവർക്കും ഫുഡ് നന്നായിട്ട് ഇഷ്ടമായി.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. See you in another video. Assalamu alaikum.